ഇത്രയും വൃത്തിയോട്ടൊരു പരിപാടി വേറില്ല. ഹലോ ഗൈസ്, അതുണ്ടല്ലോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കോഴിക്കോടിൻ്റെ ഉള്ളിലെ വേസ്റ്റ് ഒക്കെ പഠിച്ചെടുത്തിട്ട് നമുക്ക് പുതിയ കുറച്ച് ലിറ്റർ ഇട്ട് കൊടുക്കാം. കുറച്ച് എന്താ പറയുക, അവരൊന്നാണ്ട് കളർഫുൾ ആക്കാം. ഞാൻ സാധാരണ ഈ സംഭവം ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്, പക്ഷെ ഇത്തവണ ഇച്ചിരി ഗ്യാപ്പായി പോയി. അത് കാരണം കുറച്ചധികം പണി കാണുമായിരിക്കും. കടയിൽ നിന്ന് തീർക്കാം. മഴ പെയ്യുമ്പോണ്ടല്ലോ ഇച്ചിരി ചെളിപ്പുണ്ട്. ഈ ഭാഗത്തുള്ള ലിറ്ററും നമുക്ക് എടുക്കണം, ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ലിറ്ററും നമുക്ക് എടുക്കണം. ഇതാണ് ഇന്നത്തെ പരിപാടി. ഇത് നമ്മൾ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കും. ഓക്കെ, നമ്മുടെ പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഞാൻ എല്ലാത്തിനെയും ഇങ്ങോട്ടേക്ക് മാറ്റി. അതിനുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ എന്നെ പണിയെടുക്കാൻ സമ്മതിക്കില്ല. എല്ലാത്തിനും ഇവിടെ തട്ടിയുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് കിടന്ന് വരകാം. ചലോ ചെളിഞ്ഞിടക്കാം. ആ കട്ട എന്തെങ്കിലും തന്നെ വീട്ടിൽ സ്ഥലം പോവാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ അടിയിൽ കോഴിക്കോട് ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണത്. ക്ലീനിങ്. എൻ്റെ അമ്മേ, ക്ലീനിങ് സമയം ഭയങ്കര പാടാട്ടോ. ഇതിനകത്ത് നിന്ന് കിട്ടുന്ന വേസ്റ്റ് മുഴുവനേ നമ്മൾ കോഴിയുടെ വളം ഇവിടുത്തെ വെജിറ്റബിൾ ബെഡിലേക്ക് ഇടും, ഗാർഡൻ ബെഡിനകത്തേക്ക് ഇടും. അതിനകത്ത് എന്തെങ്കിലും വിത്ത് ഭാഗ്യം മുളപ്പിക്കാനുള്ള പരിപാടി. കഴിഞ്ഞ വട്ടം ഭാഗ്യം കുറേ തക്കാളിയും ഇക്കാളിയൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ ഒന്നും ചെയ്തില്ല. ഇപ്പം ഈ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളെന്തെങ്കിലും ഭാഗ്യം ഇടും. വിൻ്ററിൽ മുളക്കണത്. ഇനിയിപ്പോൾ ഇവിടെ വിൻ്റർ ആവുകയാണല്ലോ. ഇത് കടുപ്പം പണിയാണ് ക്ലീനിങ്. ബാക്കിയെല്ലാം കൊണ്ട് ഓക്കെ. നല്ല വളക്കുറയുള്ള സെറ്റപ്പാണ് നല്ല വളക്കുറയുള്ള സെറ്റപ്പാണ് ഞാൻ ഇവിടെ കിട്ടിയിട്ടത്. ആ മക്കളെ തിന്നി. ഇപ്പോൾ ഉള്ളിലുള്ളതൊക്കെ വടിച്ചെടുത്തു. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ലിറ്റർ ഇടുക. ലിറ്റർ അല്ലെങ്കിൽ ബെഡിങ് കേട്ടോ. ഈ മരത്തിൻ്റെ ചെറിയ സാധനമാണ് പറഞ്ഞത്. ഇതാണ് ഐറ്റം. ഇതിൻ്റെ ഒരു ഫുൾ പാക്ക് പറഞ്ഞത് ഏകദേശം ഒരു 6 കിലോയോളം വരും. ഈ 6 കിലോ സൂപ്പറായിട്ട് വീഴും അതിനകത്ത്. ഫുള്ള് തികഞ്ഞോളൂ. അതങ്ങ് തീർക്കാം പരിപാടി. ഇതൊക്കെ ഒന്ന് ഇവിടെ ഒന്ന് കൈ കൊണ്ട് നമുക്ക് വെടുത്തി കൊടുത്താലേ അവിടെ കിടന്നോളൂ. പക്ഷെ കോഴിക്കോട്ടിൽ വെള്ളം വീഴാൻ പാടില്ല കേട്ടോ. വെള്ളം വീണ് കഴിഞ്ഞാൽ 5 പൈസയ്ക്ക് പോകാൻ വളർത്താൻ കൊള്ളില്ല. ഇത്രയും വൃത്തിയോട്ടൊരു പരിപാടി വേറില്ല. ചുറ്റും അസുഖങ്ങളും വരും, കുട്ടികൾ വേഗം ചത്തും പോവും. ഒരു ഇത്തിരി ബെഡിങ് നമ്മൾ ഈ മുട്ട ഇടുന്ന സ്ഥലത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആണ്ടെ ഇതിനകത്ത് ലിറ്ററും നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇത് മതിയാവും. കുറച്ചൊരു 4-5 മാസം ഓടിക്കോളൂ കേട്ടോ. ബാക്കി അവർ ചിക്കിച്ച കഴിഞ്ഞ് വെടുപ്പായിക്കോളും. കോഴി ഇതിനകത്ത് ഇറങ്ങി കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടി ഇത് നല്ല വൃത്തിക്ക് സ്പ്രെഡ് ആവും. ഞാനിപ്പോൾ ടയർഡായി സത്യം പറഞ്ഞ് ഇത് ചെയ്തേ. നമുക്ക് മുട്ട കിട്ടുമ്പോഴുള്ള സന്തോഷമൊക്കെ ചില നേരം ഈ വക പണിയുമ്പോഴത്തേനും പോയി പോവും. മടുപ്പാണ് സത്യത്തിൽ. പിന്നെയെന്ന് പറയുന്നത് വൃത്തിയാക്കിയില്ലെങ്കിൽ സ്മെല്ലായിരിക്കും. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, എവിടെയും അങ്ങനെ തന്നെയാണ്. വെള്ളം വീഴുന്നത് ഒരു പ്രശ്നമാണ്. ചില സമയം ഈ സൈഡിൽ കൂടെ വെള്ളം ഇറ്റ് വീഴും. ആ വെള്ളം വീഴുമ്പോഴാണ് നമുക്ക് മെയിനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഞാനിപ്പോൾ വെള്ളം വീണാലില്ലെങ്കിലും മാറ്റി കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കാറുണ്ട്. അപ്പോൾ ശരി, ഇതും നമ്മുടെ കോഴി വളർത്തേണ്ട ഒരു ഭാഗമാണ്. അറിയാത്തവർക്ക് അറിഞ്ഞിരിക്കാം.